എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുത് അമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും. അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയുന്ന നേരത്ത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റെ. അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ്, അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് തള്ളുമായിരുന്നു. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അത്ര ആത്മബന്ധമുണ്ട്. കാരണം എന്നെ സിനിമ ഒരു നടനാക്കുന്നതിൽ 3 പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി വേണുചേട്ടൻ, ശ്രീനിവാസൻ. ഇവർ അഭിനയത്തെക്കുറിച്ചും ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത്, എന്നെ ഒരു തിരക്കഥാകൃത്താക്കിയത്. അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ശ്രീനിവാസനാണ്. അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും, ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, ഒരു സാംസ്കാരിക നായകനെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ബോൾഡാണ്. എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലോമസിയുടെ ഒരു പാതയാണ് എപ്പോഴും കൈക്കൊള്ളാറുള്ളത്. ഞാൻ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കുമായിരുന്നു. ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും. സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല, തനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക, ആർജവത്തോടെ പറയുക. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫായിരുന്നു. എഴുതുമ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ പലപ്പോഴും സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സീൻ എഴുതിക്കൊണ്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു. പിന്നെ ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് സംസാരിക്കുമ്പോൾ ഇത്രയധികം ഹ്യൂമറുള്ള ഒരു നടനെയോ ഒരു കഥാകൃത്തിനെയോ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലാണെങ്കിലും വ്യക്തമായിട്ടുള്ള സ്റ്റാമ്പുള്ള 2 ചിത്രങ്ങളാണ്. വടക്കുനോക്കിയ യന്ത്രം, അതേപോലെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമള. ഇതിൽ വടക്കുനോക്കിയ യന്ത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. ഒരു വേഷം നമുക്ക് വിളിച്ച് തരുമ്പോൾ പോലും ഇത് തരക്കേടില്ലാത്തൊരു വേഷമാണ്, നിനക്കെത്ര ഗുണം ചെയ്യുമെന്നറിയില്ല, പക്ഷേ പടത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. കാരണം സ്വയം കളിയാക്കുക. ഏറ്റവും ഉദാത്തമായ ഹാസ്യം ഇപ്പോൾ എല്ലാവരും കുഞ്ചൻ നമ്പ്യാർ, സഞ്ജയൻ, VKN ആ ശ്രേണിയിൽ ശ്രീനിയപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിലല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം. സ്വയം കളിയാക്കുക. നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും അതിന് കളിയാക്കിക്കൊണ്ട്, സ്വയം കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ്. ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹത്തിനെ സ്വയം കൊച്ചാക്കിക്കൊണ്ടൊരു മറുപടിയാണ് പറയാറുള്ളത്. അപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാളും സ്വയം കളിയാക്കി തൻ്റെ രൂപം അത്ര സുന്ദരമല്ല എന്നും തനിക്ക് പൊക്കക്കുറവുണ്ടെന്നും ഒക്കെ ഒരു വലിയ പരിമിതിയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, വാക്കുകളിലൂടെയൊക്കെ അറിയിച്ചപ്പോൾ പ്രേക്ഷകർ ഈ പൊക്കമില്ലായ്മയും ഈ സൗന്ദര്യം വലിയ സൗന്ദര്യമാണെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത്. ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എനിക്കുൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തിരിച്ച് ശ്രീനിവാസന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരുപാട് സംവിധായകരെ ഇവിടെ സൃഷ്ടിച്ചു. ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട്. തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നോ അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ്. ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം. സാധാരണക്കാരൻ്റെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവം, പിന്നെ ജീവിതാനുഭവങ്ങൾ, തിക്തമായ അനുഭവങ്ങളുടെ തീച്ചുളാന്നൊക്കെ പറയാം. അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ്. ആ തകർച്ചയൊക്കെ വരവേൽപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷേ ഒരാളോട് കൈനീട്ടി പൈസ ചോദിച്ചിട്ടില്ല. ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു.